പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് വികസന നേട്ടങ്ങളും വിവാദങ്ങളും ഇടതു സർക്കാരിനൊപ്പമുണ്ട്. ഭരണത്തുടർച്ച വീണ്ടും ലക്ഷ്യമിടുന്ന LDF സർക്കാർ അവസാനത്തെ ഒരു വർഷം അതിനായുള്ള പ്രവർത്തനങ്ങളാകും നടത്തുക. 2021 മെയ് 20-ന് ചരിത്രം കുറിച്ചുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ സ്ഥാനാരോഹണം. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ആദ്യ സർക്കാരിലെ കരുത്തുറ്റ ടീമിനെ ഒഴിവാക്കി ഇടതുപക്ഷക്കാരെ പോലും ഞെട്ടിച്ചാണ് പുത്തൻ നിരയുമായി പിണറായി രണ്ടാം വട്ടം ഭരണം തുടങ്ങിയത്. 4 വർഷം പൂർത്തിയാകുമ്പോൾ എണ്ണിപ്പറയാൻ വികസന നേട്ടങ്ങളേറെ. തുറമുഖ ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തി വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കി. ഭൂമി ഏറ്റെടുത്ത് ദേശീയപാതാ വികസനം നടപ്പാക്കി. മലയോര തീരദേശപാതാ വികസനം, സർക്കാർ സേവനങ്ങൾ ഓൺലൈനിലാക്കൽ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, വ്യാവസായിക മേഖലയിലെ വളർച്ച എന്നിങ്ങനെ നീളുന്നു എണ്ണിപ്പറയാനുള്ള നേട്ടങ്ങൾ. പ്രതിപക്ഷത്തിനൊപ്പം മുന്നണിക്കുള്ളിലുള്ളവരും നയവ്യതിയാനമെന്ന് വിമർശിക്കുന്ന സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകലും വിദേശ നിക്ഷേപത്തെ അകമടിഞ്ഞ് സ്വീകരിക്കലും കാലഘട്ടം ആവശ്യപ്പെടുന്ന മാറ്റങ്ങളാണെന്ന് വിശദീകരിക്കുന്നു പാർട്ടിയും മുഖ്യമന്ത്രിയും. വികസന നേട്ടങ്ങൾ മുന്നിലോടിയാൽ പിന്നാലെയുണ്ട് വിവാദങ്ങൾ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസും ആരോപണങ്ങളുമാണ് അതിൽ ആദ്യത്തേത്. ആരോപണ വിധേയരാണെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് കിട്ടുന്ന സംരക്ഷണം മറ്റൊന്ന്. ആശാവർക്കർമാരുടെ സമരവും പോലീസിന്റെ ആവർത്തിക്കുന്ന അമിതാധികാര പ്രയോഗവും ഉണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടം വേറെ. കടന്നാക്രമിക്കാൻ വിഷയങ്ങളുണ്ടായിട്ടും പ്രതിപക്ഷത്തിന്റെ ശക്തിയില്ലായ്മയാണ് അപ്പോഴും സർക്കാരിന്റെ ധൈര്യം. മൂന്നാം പിണറായി സർക്കാർ ലോഡിംഗ് ഉറപ്പായിട്ട് വരും, അങ്ങനെ പറയാം. പിന്നെ ആരും 3-4 മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നു. ഇവരാരും മുഖ്യമന്ത്രിയാവില്ല എന്നാണ് പ്രസിഡൻ്റായിരുന്ന സുധാകരൻ പറയുന്നത്. എങ്ങനെ ഇവിടെ കേരളത്തിൽ വേറൊരു സംവിധാനത്തെപ്പറ്റി ആലോചിക്കുക ജനം? ഏതായാലും കോൺഗ്രസിന് ഒരു കാര്യം അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട്, അടുത്ത പ്രാവശ്യവും പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം അത് ഉറപ്പായിട്ടുണ്ട്. 3ാം തവണയും പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു CPIM. അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ക്ഷേമ പെൻഷൻ അടക്കം കൂട്ടി കൂടുതൽ ജനക്ഷേമ പ്രവർത്തനങ്ങളിലായിരിക്കും പിണറായി സർക്കാരിന്റെ ശ്രദ്ധ. അർജുൻ രാജ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.